ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാങ്ങ കൊണ്ട് അടിപൊളി ഒരു കറി തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാങ്ങാക്കറി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു മണ്ണിൻ്റെ ചട്ടിയാണ് ഗ്യാസിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുക. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 4 പച്ചമുളകും 15 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതലായിട്ട് കളർ മാറേണ്ട ആവശ്യമില്ല, ഈ രീതിയിലായിട്ട് നമുക്ക് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് ഈ എണ്ണയിൽ കടന്നിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അതത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങയുടെ കഷ്ണം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 മാങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാങ്ങയുടെ കഷ്ണം മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. മാങ്ങ കുക്കാവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാനൊരു വലിയ തേങ്ങയുടെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, നല്ല പോലെ തന്നെ അരച്ചെടുക്കണം. അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല മാങ്ങാക്കറിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കണം ഇതിലേക്ക്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. നമുക്ക് കറിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങയുടെ പുളിക്കൊക്കെ അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നാടൻ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോൾ മാങ്ങയ്ക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു മാങ്ങാക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.